ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിക്ക് മൈക്രോ കൺട്രോളറാണ്. പിക്ക് മൈക്രോ കൺട്രോളർ ഡെവലപ്പ് ചെയ്തത് 1993 മൈക്രോ ചിപ്പ് ടെക്നോളജിയാണ്. പിക്ക് എന്ന് പറഞ്ഞാൽ പെരിഫറൽ ഇൻ്റർഫേസ് കൺട്രോളർ. ഓക്കെ, പിക്ക് മൈക്രോ കൺട്രോളർ മറ്റ് കൺട്രോളറിനെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ഹാർവാർഡ് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡാറ്റയും അഡ്രസ്സും എന്താണ് സെപ്പറേറ്റ് പാത്തായിരിക്കും ഉണ്ടാവുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പിന്നെ പിക്ക് മൈക്രോ കൺട്രോളർ വളരെ പോപ്പുലറാണ്. കാരണം പ്രോഗ്രാം ചെയ്യാൻ വളരെ ഈസിയാണ് മറ്റുള്ള മൈക്രോ കൺട്രോളേഴ്സ് അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ വൈഡ് അവൈലബിലിറ്റി ഉണ്ട്, ഈസി ടു ഇൻ്റർഫേസിങ് വിത്ത് അതർ പെരിഫറൽസ്, ലോ കോസ്റ്റാണ്, അതുപോലെ ലാർജ് യൂസർ ബേസ് ആൻഡ് സീരിയൽ പ്രോഗ്രാമിംഗ് ക്യാപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്ക് മോർ പ്രിഫറബിളാണ്. ദെൻ പിക്ക് മൈക്രോ കൺട്രോളർ ആർക്കിടെക്ചറിൽ റാം, റോം, അതുപോലെ CPU, ടൈമേഴ്സ്, കൗണ്ടേഴ്സ്, പിന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾ SPI, CAN, അതുപോലെ UART ഒക്കെ അവൈലബിൾ ആണ്. സോ ഇതാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ. അപ്പോൾ ഇതിൻ്റെ ഓരോ ബ്ലോക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ CPU എന്ന് പറഞ്ഞാൽ മറ്റ് മൈക്രോ കൺട്രോളേഴ്സിൻ്റെ പോലെ തന്നെയാണ് പിക്കിൻ്റെ CPU വരുന്നതുള്ളത്. CPU-ൽ പ്രധാനമായിട്ടും 3 യൂണിറ്റാണുള്ളത്: ALU, CU, MU. അതായത് അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ALU എന്ന് പറഞ്ഞാൽ എന്താ, അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ളത്. CU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ യൂണിറ്റ്, അതായത് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള CPU-യുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു പാർട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ CPU-ന്ന് ഡാറ്റാസ് മൈക്രോ കൺട്രോളറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇൻക്ലൂഡിങ് പെരിഫറൽസ് ഡാറ്റ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട കൺട്രോൾ സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ എക്സ്റ്റേണൽ പെരിഫറൽസിനും അതുപോലെ ഇൻറ്റേർണലി ഉള്ള കൺട്രോൾ സിഗ്നൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ. ദെൻ MU, മെമ്മറി എന്തായാലും വേണമല്ലോ. മെമ്മറി യൂണിറ്റിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് മെമ്മറി ഉണ്ട്. മെമ്മറി ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ പിക്കിൽ റാമും ഉണ്ട്, അതുപോലെ റോമും ഉണ്ട്. റാം 2 ബാങ്കായിട്ട് തിരിച്ചിട്ടുണ്ട്. 2 ബാങ്ക് ഉണ്ട്. ഓരോ ബാങ്കിലും ഒരുപാട് രജിസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, റാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനാണ് റാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാം രജിസ്റ്റേഴ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ജനറൽ പർപ്പസും അതുപോലെ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സുമാണ്. സോ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാമിലെ രജിസ്റ്റേഴ്സ് ഇപ്പോൾ പറഞ്ഞല്ലോ, റാമിന് 2 ബാങ്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 2 ബാങ്കിലും രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 8051 മൈക്രോ കൺട്രോളർ പഠിച്ച പോലെ തന്നെ അതിലെ മെമ്മറീനെ ബാങ്കായിട്ട് തിരിച്ചിട്ട് അതിൽ രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, R0 to R7 എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇവിടെയും ആ രജിസ്റ്റേഴ്സിനെ വീണ്ടും ജനറൽ പർപ്പസും അതുപോലെ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. സാധാരണ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാമർക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പോലെ തന്നെയാണ്. ഏതെങ്കിലും സ്പെഷ്യൽ ഫങ്ഷൻ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഈ സ്റ്റാറ്റസ് ഫ്ലാഗ് പോലുള്ളതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലാഗ് സെറ്റ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ അതുപോലെയുള്ളതാണ് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റർ. നെക്സ്റ്റ് വൺ റീഡ് ഓൺലി മെമ്മറി. എന്താണ് റോം ഒരു പെർമനൻറ്റ് മെമ്മറിയാണ് അല്ലേ. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതായത് EEPROM എന്താ പ്രത്യേകത? നോർമൽ റോമിൽ വി ക്യാൻ റൈറ്റ് ദ പ്രോഗ്രാം ഫോർ ഓൺലി വൺസ്, വി കനോട്ട് യൂസ് അഗെയിൻ ദ മൈക്രോ കൺട്രോളർ ഫോർ മൾട്ടിപ്പിൾ ടൈംസ്. പക്ഷേ EEPROM-ൽ നമുക്ക് വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലാഷ് മെമ്മറി. Flash memory is also programmable read-only memory in which we can read, write and erase the program thousands of times. Generally, the PIC microcontroller uses this type of കാരണം നമുക്കറിയാം റോമിലുള്ള ഡാറ്റ നവഡേയ്സ് നമുക്കത് മാറ്റാം. പക്ഷേ അത് ഓൾറെഡി പെർമനൻ്റ് ആണെങ്കിലും ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാറ്റാൻ പറ്റാത്ത കേസ് റോമിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഫ്ലാഷ് മെമ്മറി ഒക്കെ വന്നപ്പോൾ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഡാറ്റ മാറ്റാനായിട്ട് പറ്റും. എന്നിട്ട് വീണ്ടും ഡാറ്റ ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാക്ക്.
സ്റ്റാക്ക് എന്താണ്? ഒരു ഇൻ്ററപ്റ്റ്, വെൻ ഇൻ്ററപ്റ്റ് ഒക്കേഴ്സ് ഫസ്റ്റ് ദ പിക് മൈക്രോ കൺട്രോളർ ഹാസ് ടു എക്സിക്യൂട്ട് ദ ഇൻ്ററപ്റ്റ് ആൻഡ് ദ എക്സിസ്റ്റിംഗ് പ്രോസസ് അഡ്രസ്. Then that is being executed is stored in the stack. After completing the execution of the interrupt, the microcontroller calls the process with the help of address which is stored in the stack and executes the process. അതായത് മൈക്രോ കൺട്രോളർ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻ്ററപ്റ്റ് പ്രോഗ്രാം സബ്റൂട്ടീൻ ഒരു ഇൻ്ററപ്റ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രോഗ്രാമിൻ്റെ അതുവരെ പെർഫോം ചെയ്തിരുന്ന പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം ഉണ്ടാവും, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അതിൻ്റെ അഡ്രസ്സ് എവിടെയും എന്ത് ചെയ്യും? സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഇൻ്ററപ്റ്റ് പെർഫോം ചെയ്തതിന് ശേഷം സ്റ്റാക്കിൽ പോയിട്ട് എവിടെയാണോ നിർത്തി വെച്ചത് അവിടുത്തെ ഇൻസ്ട്രക്ഷൻ ആണല്ലോ, അവിടുത്തെ അഡ്രസ്സാണ് എവിടെ ഉള്ളത്? സ്റ്റാക്കിലുള്ളത്. അപ്പം ഇൻ്ററപ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റാക്കിൽ പോയിട്ട് ആ അഡ്രസ്സ് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യും? റീ എക്സിക്യൂട്ട്, അതായത് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമിനെ കണ്ടിന്യൂ ചെയ്യും. ഇതെല്ലാം അതിപ്പോൾ 8085 കേസിലാണെങ്കിൽ 8051 കേസിലൊക്കെ നടക്കുന്നത് ഇത് തന്നെയാണ് സ്റ്റാക്കിൽ. ദെൻ IO പോർട്ട്. പിക് മൈക്രോ കൺട്രോളറിൽ പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി, പോർട്ട് ഡി, അതുപോലെ പോർട്ട് ഇ ഉള്ള പോർട്ട്സ് അവൈലബിൾ ആണ്. പോർട്ട് എ ഒരു 16 ബിറ്റ് പോർട്ടാണ്, പോർട്ട് ബി 8 ബിറ്റാണ്, പോർട്ട് സിയും 8 ബിറ്റാണ്, പോർട്ട് ഡി എന്താണ്? 8 ബിറ്റ് പോർട്ടാണ്, പോർട്ട് ഇ ഒരു 3 ബിറ്റ് പോർട്ടാണ്. പിന്നെ ബസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബസ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ആൻഡ് റിസീവ് ഡാറ്റ ഫ്രം വൺ പെരിഫറൽ ടു അനദർ, അല്ലേ? ബസ് ഏതൊക്കെ രീതിയിലുണ്ട്? ഡാറ്റ ബസ്സും ഉണ്ട്, അഡ്രസ് ബസ്സും ഉണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലാ മൈക്രോ പ്രോസസ്സറിലും കൺട്രോളറിലൊക്കെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡാറ്റ ബസ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും അതുപോലെ റിസീവ് ചെയ്യാനും, ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ റിസീവ് ചെയ്യാനും. അഡ്രസ് ബസ് ആണെങ്കിലോ നമ്മൾ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് UART, USART. അത് നമ്മൾ ഇന്നാൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? GSM, GPS, ബ്ലൂടൂത്ത്, IR പോലെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? നമ്മൾ UART അതുപോലെ USART എന്നുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ADC ആണ്. ADC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ്. ഓക്കെ, അപ്പോൾ പിക്കിലുള്ള ADC മൊഡ്യൂളിൽ 5 ഇൻപുട്ടും 5 ഇൻപുട്ട്സ് ആണുള്ളത്. ഓക്കെ, ഒരു 28 പിൻ ഡിവൈസസിന്, അതുപോലെ 8 ഇൻപുട്ട്സ് ഫോർ 40 പിൻ ഡിവൈസസ്. ദ ഓപ്പറേഷൻ ഓഫ് ദ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഇസ് കൺട്രോൾഡ് ബൈ ADCON 0 ആൻഡ് ADCON 1. അതായത് ADCനെ കൺട്രോൾ ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ് ADCON 1 ആൻഡ് ADCON 0 എന്ന് പറയുന്നത്. ദ അപ്പർ ബിറ്റ് ഓഫ് കൺവേർട്ടർ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? അഡ്രസ് Hലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ലോവർ ബിറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ അഡ്രസ് Lലാണ്. ഫോർ ദിസ് ഓപ്പറേഷൻ ഇറ്റ് റിക്വയർസ് 5 വോൾട്ട് ഫോർ അനലോഗ് റെഫറൻസ് വോൾട്ടേജ്. അതായത് 8051 മൈക്രോ കൺട്രോളറുള്ള ADC എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന, അതിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ രജിസ്റ്റേഴ്സാണ് ഈ ADCONും അതുപോലെ ADCON 1, ADCON 0 ഒക്കെ. ദെൻ ടൈമേഴ്സ്, കൗണ്ടേഴ്സ്. പിക് മൈക്രോ കൺട്രോളറിന് 4 ടൈമറാണുള്ളത്. അതിനെ ടൈമറായിട്ട് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം 1 8-ബിറ്റ് ടൈമർ ആൻഡ് റിമൈനിങ് ടൈമേഴ്സ് ഹാവ് ദ ചോയ്സ് ടു സെലക്ട് 8 or 16 ബിറ്റ്. ഒരു ടൈമർ എന്താണ്? 8 ബിറ്റാണ്. ബാക്കി 3 ടൈമേഴ്സിന് ഒന്നുകിൽ 8 ബിറ്റായിട്ടോ അല്ലെങ്കിൽ 16 ബിറ്റായിട്ടോ യൂസ് ചെയ്യാം. ഇൻറ്ററപ്റ്റ്സ് എത്ര എണ്ണം ഉണ്ട്? 20 ഇൻറ്റേർണൽ ഇൻറ്ററപ്റ്റ്സും അതുപോലെ 3 എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്സും ആണുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. നേരത്തെ പറഞ്ഞു സീരിയൽ കമ്മ്യൂണിക്കേഷൻ USART. സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് USART എന്താണ്? യൂണിവേഴ്സൽ സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റർ ആണ്, വിച്ച് ഇസ് എ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഫോർ 2 പ്രോട്ടോകോൾസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് ഡാറ്റ ബിറ്റ് ബൈ ബിറ്റ് ഓവർ എ സിംഗിൾ വയർ വിത്ത് റെസ്പെക്ട് ടു ക്ലോക്ക് പൾസസ്. പിക് മൈക്രോ കൺട്രോളറിന് 2 പിന്നുണ്ട്, TXT ആൻഡ് RXT. ഇതൊക്കെ നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇതിൽ 8051 സെയിം ഫംഗ്ഷൻ തന്നെയാണ് എവിടെ വരുന്നത്? പിക്കിലും വരുന്നത്. നമ്മൾ പഠിച്ചില്ലേ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാനൊക്കെ. നെക്സ്റ്റ് SPI പ്രോട്ടോക്കോൾ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ് ആണ്. SPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടേം SPI സ്റ്റാൻഡ്സ് ഫോർ സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ്. അതായത് ദിസ് പ്രോട്ടോക്കോൾ ഈസ് യൂസ്ഡ് ടു സെൻഡ് ഡാറ്റ ബിറ്റ്വീൻ പിക്ക് ആൻഡ് അതർ പെരിഫറൽസ്. ഇപ്പോൾ SD കാർഡോ സെൻസേഴ്സോ അല്ലെങ്കിൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സോ ഏത് പെരിഫറലാണോ നമ്മൾ
ബേസിക്കലി നമ്മൾ പിക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പോർട്ടിൽ എന്തായാലും എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ഡിവൈസ് നമ്മൾ കണക്റ്റ് ചെയ്യുമല്ലോ അല്ലേ, അതിനെ പ്രവർത്തിപ്പിക്കാനാണല്ലോ നമ്മൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ SPI എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പുറത്ത് കണക്ട് ചെയ്യുന്ന ഈ പെരിഫറൽസിലേക്കുള്ള ഡാറ്റ സെൻഡ് ചെയ്യാനാണ് SPI പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. യുസാർട്ട് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ യുസാർട്ടിനെക്കാട്ടിലും കുറച്ചുകൂടി സ്പീഡ് കൂടുതൽ ആർക്കാണ്? SPI പ്രോട്ടോക്കോളിനാണ്. I2C പ്രോട്ടോക്കോൾ. I2C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. ഇതൊക്കെ എന്താണ്? സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ് കേട്ടോ. ഇറ്റ് ഈസ് എ സീരിയൽ പ്രോട്ടോക്കോൾ വിച്ച് ഇസ് യൂസ്ഡ് ടു കണക്ട് ലോ സ്പീഡ് ഡിവൈസ്. അതായത് EEPROM, മൈക്രോ കൺട്രോളേഴ്സ്, A to D കൺവേർട്ടേഴ്സിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെയുള്ള ലോ സ്പീഡ് ഡിവൈസിനെ കണക്ട് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? I2C പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓസിലേറ്റേഴ്സ് പൾസസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്റ്റേണൽ ഓസിലേറ്ററായിട്ട് RC ഓസിലേറ്ററും ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്കറിയാലോ, ഒരു ഓസിലേറ്ററിൻ്റെ പിന്ന് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഉണ്ടാവുക? ഓസിലേറ്റർ എവിടെയാണ് കണക്ട് ചെയ്യുക? എന്താണ് 8085 ഉള്ള പോലെ തന്നെ അതിന് വേണ്ടിയിട്ട് പിന്നുണ്ടാവും. ആ പിന്നിലാണ് കണക്ട് ചെയ്യുക. ദെൻ CCP മൊഡ്യൂൾ. ദ നെയിം CCP മൊഡ്യൂൾ സ്റ്റാൻഡ്സ് ഫോർ ക്യാപ്ചർ, കമ്പയർ, PWM, where it works in 3 modes such as capture mode, compare mode, PWM mode. അപ്പോൾ ക്യാപ്ചർ മോഡിൽ എന്താ ചെയ്യുന്നത്? ക്യാപ്ചർ മോഡ് ക്യാപ്ചേഴ്സ് ദ ടൈം ഓഫ് അറൈവൽ ഓഫ് എ സിഗ്നൽ, ഓർ ഇൻ അതർ വേർഡ്സ് വെൻ ദ CCP പിൻ ഗോസ് ഹൈ ഇറ്റ് ക്യാപ്ചേഴ്സ് ദ വാല്യൂ ഓഫ് ദ ടൈമർ 1. ക്യാപ്ചർ മോഡിലും കമ്പയർ മോഡിലും PWM മോഡിലും CCPക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാപ്ചർ മോഡിനകത്താണെങ്കിൽ ഒരു സിഗ്നൽ വന്നു, അറൈവൽ ഓഫ് സിഗ്നൽ ക്യാപ്ചർ ചെയ്യാനാണ് ക്യാപ്ചർ മോഡ് ഓണാക്കുക. അതായത് CCP പിന്നെ ഹൈ ആവുകയാണെങ്കിൽ എന്താവും? നമുക്ക് ടൈമർ 1ത്തെ വാല്യൂ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ കമ്പയർ മോഡ് എന്താണ്? ഒരു അനലോഗ് കമ്പറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വെൻ ദ ടൈമർ 1 വാല്യൂ റീച്ചസ് എ സെർട്ടൻ റെഫറൻസ് വാല്യൂ ദെൻ ഇറ്റ് ജനറേറ്റ് ദ ഔട്ട്പുട്ട്. അതായത് കമ്പയർ എങ്ങനെ ചെയ്യുക? ടൈമർ 1ൽ ഒരു റെഫറൻസ് വാല്യൂ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു അനലോഗ് കമ്പാരേറ്റർ ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? കമ്പയർ മോഡിൽ CCP വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് PWM മോഡ്. PWM എന്ന് പറഞ്ഞാൽ എന്താ? പൾസ് വിഡ്ത്ത് മോഡുലേഷൻ അല്ലേ. സോ PWM മോഡ് പ്രൊവൈഡ്സ് പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് ഔട്ട്പുട്ട് വിത്ത് 10-bit റെസൊല്യൂഷൻ ആൻഡ് പ്രോഗ്രാമബിൾ ഡ്യൂട്ടി സൈക്കിൾ. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചിപ്പുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു 10 ബിറ്റ് റെസൊല്യൂഷൻ, 10 ബിറ്റ് റെസൊല്യൂഷന് കാൽക്കുലേഷനൊക്കെ ഉണ്ട്, എങ്ങനെയാണ് റെസൊല്യൂഷൻ എന്നൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കാര്യം മനസ്സിലാക്കുക, PWM മോഡ് യൂസ് ചെയ്യുന്നത് എന്താണ്? പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ ഔട്ട്പുട്ടാണ്. അത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ബിറ്റ് റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് പൾസ് വിഡ്ത്ത് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുക. അതായത് പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ പല ഓപ്പറേഷൻസിലും നമുക്ക് ക്ലോക്ക് പൾസൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ഡാറ്റ വേരിയേഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ പൾസ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു പിക്ക് മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചർ, അതുപോലെ പിക്ക് മൈക്രോ കൺട്രോളർ എന്താണെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ പിക്ക് മൈക്രോ കൺട്രോളർ ഇതുപോലെ എക്സാമിന് ചോദിക്കുന്നൊരു പാർട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പിക്ക് മൈക്രോ കൺട്രോളർ പഠിക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം അറിയണം. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ടെങ്കിൽ ഇതിന് ഹാർഡ്വാർഡ് ആർക്കിടെക്ചറാണ്. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും, വൈഡ് അവൈലബിലിറ്റിയാണ്, ലോ കോസ്റ്റാണ്. അതുപോലെ എന്താണ്, നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസിങ് വിത്ത് പെരിഫറൽസ് ഈസ് മോർ ഈസി. മീൻസ് ഒരുപാട് I2C, അതുപോലെ എന്താ പറയുക, SPI അങ്ങനത്തെ, അല്ലെങ്കിൽ 2 വയർ അങ്ങനത്തെ CAN പ്രോട്ടോക്കോളൊക്കെ യൂസ് ചെയ്തിട്ട്, പിന്നെ സാധാരണ യൂസ് ചെയ്യുന്ന യുസാർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇപ്പോൾ പ്രോഗ്രാം മെമ്മറി ആണെങ്കിൽ 8K ആണ്, EEPROM ആണെങ്കിൽ 256 ആണ്. ദെൻ പ്രോഗ്രാം മെമ്മറി, ദെൻ റാം എന്ന് പറയുമ്പോൾ 368 ഉണ്ട്. ദെൻ പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ നോർമൽ പോലെ തന്നെ 5 വോൾട്ട് വരും. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? പോർട്ട് വരുന്നത്, പോർട്ട് A, പോർട്ട് B, പോർട്ട് C, പോർട്ട് D ആൻഡ് പോർട്ട് E ഏതൊക്കെ ബിറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക. ഓസിലേറ്റർ ഫ്രീക്വൻസി 0 to 20 ആണ് വരുന്നത്.
അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ.